അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹറമിൻ്റെ ചില മോർണിംഗിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം നമുക്ക് നേരെ ഹറമിലേക്ക് പോകുന്ന ഈ ഒരു വഴിയും ഇവിടെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇതുവരെ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ഇപ്പം ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെ ഇപ്പം ആൾക്കാർക്ക് നടക്കാനായിട്ട് തന്നെ വേറെ തന്നെ ഇവിടെ ഹറമിൽ കാണുന്ന ആ ഹറം ഇവിടെ വണ്ടി പാർക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു വഴിയിലൂടെയാണ് ഹറമിലേക്ക് നടന്നിട്ട് പോകേണ്ട ഒരു വഴി. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു വഴിയിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അത് ഈ ഒരു വീഡിയോയിലുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പൊ ഇവിടെ ഹറമിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ പിന്നെ ആകെ ഒന്ന് ശാന്തമായൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഹജ്ജിൻ്റെയും അതിൻ്റെയൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സമയമാണ്. ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇവിടെ ഈ ഒരു വഴിയിൽ മാഷാ അല്ലാ അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അത് ഈ ഒരു ഹറമിൽ മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. ഇതണ്ട ഈ ഒരു കാഴ്ച ഹറമിൽ മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ, ഈ ഒരു കാഴ്ച ഹറമിൽ മാത്രമേ കിട്ടൂ കേട്ടോ. കാണുന്നുണ്ടാവും ഇവിടെ കുറെ മണ്ണും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട്. പക്ഷെ അത് ഹറമിലെ പുതിയതായിട്ട് ഇവിടെ ഫുള്ള് ആൾക്കാർക്ക് വരാനും എല്ലാത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ഇതൊന്ന് കാണുന്നത് ഹറമിലേക്ക് പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഒരു വണ്ടി വന്നിട്ടാണ് റോഡ് ക്ലിയർ ആകുന്നത്. നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. അതുപോലെ ഒരു മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഇവിടെ ഇങ്ങനെ വലിച്ചു ചാടിയിട്ട് കാണൂല. നിങ്ങൾക്ക് ഇവിടെ മദീനയിൽ എവിടെയായാലും വലിച്ചു ചാടിയിട്ട് കാണൂല. അതൊക്കെ ഇവിടെ ഓരോരോ സ്ഥലങ്ങളിൽ സബാല എന്ന് പറയും, ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇൻഷാ അല്ലാ ഞാനിങ്ങനെ ഫൈനലിൽ നടന്ന് എൻ്റെ വണ്ടി അപ്പുറം ലോങ്ങിലെ പാർക്കിംഗ് സൗകര്യമുള്ളൂ. പിന്നെ ഉള്ളത് ഹറമിൻ്റെ താഴെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എടുത്ത് വരുത്തൊക്കെ റിസ്ക്കാണ്. അപ്പം ഞാനിതാ ഫൈനലി ഈ ഒരു ഹറമിലേക്ക് നടക്കാനുള്ള ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഈ ഒരു വഴിയിലൂടെ നടന്ന് ഇൻഷാ അല്ലാ ഹറമിലേക്ക് എത്താൻ പോവുക. ആ കാണുന്നൊരു മിനാരം ഹറമിൻ്റെ മിനാരാണ്. നമ്മൾ അവിടെ എത്താൻ പോവുകയാണ്. അതിന് മുമ്പിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മനസ്സിന് കുളിർമയേകുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു കാഴ്ച ഹറമിൻ്റെ മുൻഭാഗത്തായിട്ട്. ഈ കാണുന്നൊരു കാഴ്ച ഹറമിൽ മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച ഹറമിൽ മാത്രമേ കിട്ടും. ഇങ്ങനെ പ്രാവുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു ഒരു കുഞ്ഞു മോളൊക്കെ ഉണ്ടോ. ഈ ഒരു കാഴ്ചയാണല്ലോ ഇത് ഹറമിൽ മാത്രമേ കിട്ടും കേട്ടോ. ഹറമിൽ മാത്രം കിട്ടുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഞാൻ പ്രാവുകൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പ്രാവുകൾക്ക് കൊടുക്കാം കേട്ടോ. എൻ്റെ പിറകിലൊരു ഇഷ്ടം പോലെ പ്രാവുകളാണ് കേട്ടോ. ഞാൻ ആ പ്രാവുകളുടെ നടുവിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാനതിന് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നല്ല ഒരുപാട് പ്രാവുകൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഹറമിൽ മാത്രം കിട്ടുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച. മാഷാ അല്ലാ മാഷാ അല്ലാ, ഈ ഒരു കാഴ്ച ഹറമിൽ മാത്രമേ കിട്ടൂ കേട്ടോ. എത്ര പ്രാവുകൾ നോക്കിയ. ഓ, എനിക്ക് ചുറ്റും പ്രാവുകളാണതാ. എനിക്ക് ചുറ്റും പ്രാവുകളാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ, ഈ ഒരു കാഴ്ച ഹറമിൽ മാത്രം കിട്ടുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഹറമിലെ അതിമനോഹരമായിട്ടുള്ള രാവിലെ ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച. എനിക്ക് ചുറ്റുതാ നോക്കിയാ, എനിക്ക് ചുറ്റും ഇങ്ങനെ പ്രാവുകൾ, ഇഷ്ടം പോലെ പ്രാവുകളാണോ. മാഷാ അല്ലാ, ഈ ഒരു ഹാപ്പിനെസ് ഹറമിൽ മാത്രമേ കിട്ടൂ കേട്ടോ. വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു ഹാപ്പിനെസ്. ഞാൻ പ്രാവുകൾക്കൊക്കെ എൻ്റെ ഭക്ഷണം കൊടുത്ത് ഞാൻ ഇവിടുന്ന് നേരെ
ഹറമിലേക്ക് പോകുന്നൊരു വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഹറമിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഞാനുണ്ട്. ഞാൻ അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ വരാം. ഇവിടെ ഒരുപാട് സൈക്കിളുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സൈക്കിൾ എടുക്കാം. സൈക്കിൾ എടുത്ത് പോകാൻ പറ്റും. ഇവിടെ ക്യാഷ് അവിടെ പേ ചെയ്ത് സ്കാൻ ചെയ്താൽ നമുക്ക് സൈക്കിൾ കിട്ടും കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ ഒരു അറബിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐസ്ക്രീം വിൽക്കുന്ന കടകൾ കാണാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങൾ, അതേപോലെ മോർണിംഗിൽ കഴിക്കേണ്ട ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട കടകളാണ് ഹറമിലേക്ക് പോകുന്ന ഈ ഒരു ഭാവിന് ചുറ്റും കാണാൻ പറ്റുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഈ ഒരു വരുന്ന വഴിയിൽ മുന്നിൽ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് നടന്നുകൊണ്ട് പോകുന്നൊരു വഴിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹറമിൻ്റെ എല്ലാ നല്ല നല്ല വിശേഷങ്ങളും, നിങ്ങൾ കാണാത്ത എല്ലാ വാതിലുകളും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് ഹറമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. ഇതൊരു കുഞ്ഞുമോന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാണാൻ പറ്റൂട്ടോ. ഹറമിലെ ഇതാണ് ഹറം, റസൂലുള്ളാഹിൻ്റെ ഹറം ഷരീഫിലേക്ക്. അവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവിന് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ 5 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാവിന് കൊടുക്കാനുള്ള ഫുഡ് അവിടെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഹറമിന് തൊട്ട് മുന്നിലെത്താൻ പോവുകയാണ്. ഈ ഹറമിന് തൊട്ട് മുമ്പിലും ഇതുപോലുള്ള പ്രാവുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഹറമിന് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കാഴ്ച മോർണിംഗിൽ വന്നാലാണ് ഏറ്റവും അധികം. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാലാണ് ഈ ഹറമിലെ ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. എൻ്റെ പിറകിലായിട്ട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണുന്നത് ഹറം മാഷാ അല്ലാഹ് റസൂലുള്ളാഹിൻ്റെ ഹറം ഷരീഫാണ് കേട്ടോ. എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പം നിങ്ങളെന്താക്കുക, ഇതുപോലുള്ള ഹറമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. നമ്മളെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പാവങ്ങളൊക്കെ സഹായിക്കണം എന്നാണ് ആഗ്രഹം. ഇവിടെയും കാണാൻ പറ്റും ഹറമിന് റസൂലുള്ളാഹിൻ്റെ റൗള ഷരീഫിന് തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ. റസൂലുള്ളാഹ് ശത്രുക്കളിൽ നിന്ന് ഗുഹയിൽ ഒളിച്ച സമയത്ത് അവിടെ പ്രാവുകൾ വന്നിട്ടാണ് കൂടുകെട്ടി മുട്ടയിട്ട് അടയിരുന്ന് റസൂലുള്ളാഹിനെ രക്ഷിക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. ഇപ്പം നമ്മളെ നാട്ടിലായാലും തന്നെ എന്താക്കാൻ പാടില്ല, വായിക്കാനോ അങ്ങനെയൊക്കെ പാടില്ല. അത് വീട്ടിൽ മൊത്തം കാഷ്ടിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രാവുകളെ ആരും തന്നെ ഓടിക്കാനോ അയക്കാനോ പാടില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പക്ഷിയും കൂടിയാണ് പ്രാവ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഹറമിൽ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അങ്ങ് അവിടുന്ന് നടന്നു വന്നത്. ഇൻഷാ അല്ലാഹ് ഹറമിൻ്റെ തൊട്ട് മുന്നിലെത്തി, റസൂലുള്ളാഹിൻ്റെ റൗള ഷരീഫിലെത്തി. ഈ ഒരു വാതിൽ, ഈ ഒരു കാഴ്ച കാണണ്ട, ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ള വാതിൽ 336, 334, 333 ഈ ഒരു വാതിലാണ് ഈ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം കാര്യങ്ങൾ ഒക്കെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അത്തറുകൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടകളും ഷോപ്പുകളാണ് ചുറ്റും കാണുന്നത്. അപ്പോൾ ഇതാണ് രാവിലെ ഹറമിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകൾ. ഈ ഒരു ഗേറ്റ് 21 ഹറമിലെ 21ാമത്തെ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് പുറത്ത് 333, 334, 336 ഈ ഒരു ഗേറ്റിലാണ്. അതായത് കാണാൻ പറ്റില്ല, ഇപ്പം മുന്നിൽ കാണാൻ പറ്റുന്നുണ്ടോ? ശരി. അപ്പം ഈ പെണ്ണുങ്ങൾക്കുള്ള വാതിലാണ്, പെണ്ണുങ്ങൾക്ക് ഹറമിലേക്ക് കയറാനുള്ള വാതിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കുറച്ചപ്പുറം കയറി കഴിഞ്ഞാൽ
നമുക്ക് പോകേണ്ട ഒരു വാതിൽ കാണാൻ പറ്റും. ഹറമിൽ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ. ഹറമിൽ നിങ്ങളൊക്കെ ഒന്നും ഇല്ല. ഇതാ എനിക്ക് ചുറ്റും കാണണ്ടാവും. ഈ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതാണ് ഹറമിലെ മോർണിംഗിലെ കാഴ്ചകൾ കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഹറമിലെ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കേണ്ട കാര്യങ്ങളും ഒലോ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹറമിലെ ഒലോ ചെയ്യേണ്ട, അതായത് ഞാൻ നൈറ്റിൽ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഹറമിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കേണ്ടത്. അതേപോലെ ഹറമിലെ ഉളു ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഹറമിൽ ഉളു ചെയ്യേണ്ട സ്ഥലം. ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് ഹറമിൽ. ഇതാണ് ഉളു എടുക്കുന്ന സ്ഥലം. അങ്ങനെ ഞാൻ ഹറമിൽ ഉളുവൊക്കെ എടുത്തിട്ട് ഹറമിലേക്ക് നിസ്കരിക്കാൻ പോവുകയായിരുന്നു കേട്ടോ. നമ്മൾ ചെരുപ്പ് വെക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് ഉള്ളിൽ ഊരി വെച്ചിട്ട് നമുക്ക് നേരെ ഹറമിൻ്റെ ഉള്ളിലോട്ട് നിസ്കരിക്കാൻ പോവാം. അങ്ങനെ മദീനയിലെ മസ്ജിദ് നബവിയുടെ ഉള്ളിലോട്ടാണ് ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. നബവിയുടെ ഉള്ളാണ് കേട്ടോ. കാണാൻ പറ്റും, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഓരോരാൾ നിസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പം ബാബ് 20 കേട്ടോ ഞാൻ കയറി. ഞാൻ ബാബ് 20 കയറി വന്നിട്ടുള്ളത്. ഇതാണ് മസ്ജിദ് നബവിയുടെ ഉള്ളിൽ. പഠിച്ചവൻ എല്ലാവർക്കും ഈ ഒരു സ്ഥലത്ത് വരാനും ഈ മദീനയുടെ റൗള ഷരീഫിൻ്റെ ഉള്ളിൽ കയറാനും മസ്ജിദുൽ നബവിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും പഠിച്ചവൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഇതാണ് കേട്ടോ ഹറമിലെ അതിമനോഹരമായിട്ടുള്ള പകലിലുള്ള കാഴ്ചകൾ. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളായ മസ്ജിദ് നബവിയുടെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഉള്ളത്. ഇവിടെ ഒരു കുബ്ബയും കാണാൻ പറ്റും. ഹറമിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്തൊരു ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ ഹറമിൽ വന്നിട്ട് കഴിഞ്ഞാൽ മനസ്സിന് എന്തോ വല്ലാത്തൊരു സമാധാനം, മനസ്സിന് എന്തോ ഒരു കുളിർമയാണ്. മനസ്സിൽ വല്ലാതെ എന്തൊക്കെ ടെൻഷനെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഹറമിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറി മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു ഹറമിൽ വരാനുള്ള ഭാഗ്യം തരട്ടെ. ഒരുപാട് സംസം വെള്ളം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹറമിൽ വന്നു കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കുന്നതിന് കണക്കോ കാര്യങ്ങളോ ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്ര സംസം വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുടിക്കാൻ പറ്റും. പക്ഷെ അതങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്തോറും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് തണുത്തിട്ടുള്ള സംസം വെള്ളവും കിട്ടും, അതുപോലെ തന്നെ തണുക്കാതെയുള്ള സംസം വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് നോട്ട് കോൾഡ്, കൂളായിട്ട് വെള്ളം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് തണുപ്പ് പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് തണുപ്പില്ലാത്ത വെള്ളം കുടിക്കാം. ഇൻഷാ അല്ലാഹ് രാവിലെ തന്നെ എനിക്ക് ഇവിടുന്ന് ഹറമിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം, സംസം വെള്ളം വെറും വയറ്റിൽ സംസം വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് ഒരു ഗ്ലാസ് സംസം വെള്ളം കുടിക്കുകയാണ്. ഹറമിൽ വന്നു കഴിഞ്ഞാൽ ഈ സംസം വെള്ളം കുടിക്കാൻ ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വേണ്ടത്ര കുടിക്കാം കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് സംസം വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുപോലുള്ള നല്ല ഹറമിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനുണ്ടാവും. മദീനയിലെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാനുണ്ടാവും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലും അതേപോലെ എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അറിയില്ല. ഇൻഷാ അള്ളാ ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ ഇതിലേക്ക് എത്തിക്കും. ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ കമൻറ്റും അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാൽ അതൊക്കെ പരിഹരിച്ച് എനിക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹറമിലാണ്. അപ്പം ഇൻഷാ അള്ളാ ഹറമിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകും. അപ്പം ഇതുപോലുള്ള നല്ല വിശേഷങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.